ഹലോ മക്കളെ, മൂവിംഗ് ചാർട്സ് ആൻഡ് മാഗ്നറ്റിക്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ ആംപിയർ സർക്യൂട്ടിലൂടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഒരു കണ്ടക്ടർ ഉണ്ട്, അതൊരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ്, അതിലൂടെ കറണ്ട് കടന്നു പോവുകയാണ്. അങ്ങനെയെങ്കിൽ ആർ അകലെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് ആംപിയർ സർക്യൂട്ടിലൂടെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് μ0I/2πr. അതുപോലെ നമുക്ക് മനസ്സിലായി ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. അകലം മാറുന്നതനുസരിച്ചാണെങ്കിൽ ആർ മാറുന്നതനുസരിച്ചാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? അവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അകലം കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഗ്രാഫും ചർച്ച ചെയ്തായിരുന്നു. ഇനിയാണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോണത് അടുത്ത ആപ്ലിക്കേഷൻ ആണ്. ആംപിയർ സർക്യൂട്ടിലൂടെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ആണ്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിന്റെ ഇൻസൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. സോ നമുക്ക് ആദ്യം മനസ്സിലാക്കണം എന്താണ് സോളിനോയിഡ്. മക്കളെ, സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പി എടുത്തിട്ട് എന്ത് ചെയ്യാണ്? വയർ എടുത്തിട്ട് ചുറ്റി വെച്ചിരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. സോ വയർ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചുറ്റാം. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചുറ്റാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു റോഡ് എടുത്തിട്ടുണ്ട്. എനിക്ക് വയറിനെ ഇവിടുന്ന് ചുറ്റി മുന്നോട്ട് വരാം. സോ ആദ്യം ചുറ്റം ഉണ്ടായത് എങ്ങനെയാണ്? ഇങ്ങനെ കണ്ടോ, ഇവിടെ നിന്നും ചുറ്റി ഇങ്ങനെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചുറ്റാൻ പറ്റും, ഇവിടെ നിന്നും ഇങ്ങോട്ട് ചുറ്റാൻ പറ്റും. ഈ രണ്ട് ചുറ്റിനും പ്രത്യേകതയുണ്ട്. സോ കാര്യം നിങ്ങൾക്കാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയ ഡയറക്ഷനൊക്കെ എടുക്കാൻ നേരത്താണെങ്കിൽ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ആണ്. സർ, എങ്ങനെയാണ് ഡയറക്ഷൻ എടുക്കുന്നത്? ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഞാനാണെങ്കിൽ ഒരു ഫിഗറാണ് കണ്ടത്, പക്ഷെ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ വേറെ ഫിഗറാണ് കണ്ടത്. എൻ്റെ ട്യൂഷൻ ടീച്ചർ വേറെ ഫിഗറാണ് പറഞ്ഞു തന്നത്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി സംഭവിക്കുന്നത് പറയുന്നത് എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് വയറിനെ ചുറ്റിയെടുക്കുന്നത്? സോ ഈ ഒരു കമ്പിയിൽ, ഈ ഒരു റോഡിൽ ഞാനൊരു വയർ ചുറ്റിയെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വയർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റാം. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നും, അതായത് നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ടോ? ഇങ്ങനെ ചുറ്റാം. സോ കറണ്ട് കടന്നു പോകുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ. ഇവിടെ കറണ്ട് കടന്നു പോകുന്നത് ഇങ്ങനെ അകത്തേക്കായിരിക്കും ആദ്യം കറണ്ട് കടന്നു പോകുന്നത്. ഇനിയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ചുറ്റിക്കഴിഞ്ഞാലോ? അങ്ങനെ ചുറ്റാൻ പറ്റും. ഇവിടെ നിന്നും ഇങ്ങനെയാണ് ചുറ്റുന്നതെങ്കിൽ കറണ്ട് ആദ്യം കടന്നു പോകുന്നത് എങ്ങനെയാണ്? പുറത്തേക്കാണ് കറണ്ട് കടന്നു പോകുന്നത്. ശരിയാണോ? കറണ്ട് ഡയറക്ഷൻ ഇവിടെ പുറത്തേക്കാണ്. ഇങ്ങനെയാണ് ചുറ്റുന്നതെങ്കിൽ കറണ്ട് ഡയറക്ഷൻ അകത്തേക്കാണ്. സോ രണ്ടും കറണ്ട് അങ്ങോട്ടാണ് പോകുന്നത്, രണ്ടും കറണ്ട് ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിലും, പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ കറണ്ട് ആദ്യം പുറത്തേക്കാണ് പോണത്, ഇങ്ങനെയാണ് ചുറ്റുന്നതെങ്കിൽ കറണ്ട് ആദ്യം അകത്തേക്കാണ് പോണത്. സോ ഈ ഡിഫറൻസ് ആണ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നത്. ഓക്കെ ആണോ? ഈ കാര്യം മനസ്സിലായോ? ശരി. ഇനിയാണെങ്കിൽ ഞാൻ ഇവിടെ ആണെങ്കിൽ ഒരു സോളിനോട് വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ സോളിനോട് വരയ്ക്കാൻ പോകുന്നു. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇങ്ങനെ. ഇതാണ് എൻ്റെ കമ്പിയുടെ ചുറ്റ്, കമ്പി ചുറ്റ്, സോളിനോയിഡ്. സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കമ്പി ചുറ്റിട്ടത് എങ്ങനെയാണ്? ആദ്യം കറണ്ട് പോണത് എങ്ങനെയാണ്? അകത്തേക്കാണ്. ആദ്യം കറണ്ട് പോയത് എങ്ങനെയാണ്? ഇവിടെ നിന്നും ഇങ്ങനെയാണ്, അകത്തേക്കാണ് ആദ്യം കറണ്ട് പോയത്. കണ്ടോ? ഞാൻ സോളിനോട് ചുറ്റിയെടുത്തത് ഇങ്ങനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എനിക്ക് ഇങ്ങനെയും ചുറ്റെടുക്കാൻ പറ്റും. നോക്ക്, ഞാൻ പറയാണ് കറണ്ട് ആദ്യമേ പുറത്തേക്കാണ് വന്നത്. കണ്ടോ? ഇങ്ങനെ പോവാണ്. എനിക്ക് ഇങ്ങനെ വരച്ചുകൂടെ? ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. കാര്യം കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? അകത്തേക്കാണ് പോണത്. നോക്ക്, ഈ രണ്ട് ഫിഗറിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ കറണ്ട് ആദ്യമേ ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ പോയി അങ്ങനെ പോവുകയാണ്. ഇനി ഇങ്ങനെ ആലോചിച്ച് നോക്കി, കറണ്ട് അകത്തേക്ക് വന്ന് ഇങ്ങനെ പോവുകയാണ്. മനസ്സിലായോ? സോ രണ്ട് ഫിഗറും ശരിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് വരയ്ക്കണോ ഇങ്ങോട്ട് വരയ്ക്കണോ? കൺഫ്യൂഷൻ ആവണ്ട. ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ കറണ്ട് ആദ്യമേ അകത്തേക്കാണ് കയറുന്നതെങ്കിൽ, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. കേട്ടോ? ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. എങ്ങനെയാണ് ചുറ്റുന്നത്? നിങ്ങളുടെ വൈൻഡിങ്ങിന്റെ പ്രത്യേകത അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് മാറും. മനസ്സിലായോ? വൈൻഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾ മോട്ടറിൽ വൈൻഡ് ചെയ്യും, അതുപോലെയാണെങ്കിൽ ആർമേച്ചർ വൈൻഡിങ് ഇല്ലേ, വൈൻഡിങ് കമ്പി ചുറ്റിയെടുക്കുന്നത്. ആ വൈൻഡിങ് തന്നെ പ്രത്യേക തരം വൈൻഡിങ് ഉണ്ട്. ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ്, അങ്ങനെ പലതരം വൈൻഡിങ് ഉണ്ട്. ഈ വൈൻഡിങ്ങിന്റെ പ്രത്യേകത കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് മാറാറുണ്ട്. സോ ഇവിടെയാണെങ്കിൽ നോക്ക്, ഇവിടെ ഞാൻ എങ്ങനെ വൈൻഡ് ചെയ്തേ? അങ്ങനെയാണ്, ഇങ്ങനെയാണ് വൈൻഡ് ചെയ്തെടുക്കുന്നത്. സോ ഇങ്ങനെയാണ് വൈൻഡ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പോണത് ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോണത്. ഇനിയാണെങ്കിൽ ഞാൻ വൈൻഡ് ചെയ്ത് ഇങ്ങനെയാണെങ്കിലോ? കണ്ടോ? ആദ്യം കറണ്ട് അകത്തേക്ക് ഇങ്ങനെ വന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇങ്ങനെയാണ് വൈൻഡ് ചെയ്യുന്നതെങ്കിലോ? ഇങ്ങനെ വൈൻഡ് ചെയ്തെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആണെങ്കിൽ പല കുട്ടികളും കൺഫ്യൂഷൻ ആണ്. എന്തുകൊണ്ട് കൺഫ്യൂഷൻ ആവുന്നത്? സോ ഒരു സോളിനോഡിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവണത്? കറണ്ട് എങ്ങനെയാ നോക്ക്, കറണ്ട് ഞാൻ ഇങ്ങനെയാണ് കടത്തി വിടുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. കറണ്ട് ഇങ്ങനെയാണ് കടത്തി വിടുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ.
സോ വൈൻഡിങ്ങിന്റെ പ്രത്യേകതയാണ് രണ്ട് ഭാഗത്തും കറണ്ട് ഇവിടുന്ന് സഞ്ചരിക്കുന്നത്, രണ്ട് ഭാഗത്തും കറണ്ട് ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. സോ വൈൻഡിങ്ങിന്റെ പ്രത്യേകതയാണ് മാഗ്നറ്റിക് ഫീൽഡിനെ തരംതിരിക്കാൻ കാരണം. ഈ കാര്യം മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഭംഗിയായിട്ട് മനസ്സിലായി. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് സോളിനോട് വരയ്ക്കുന്നത് മനസ്സിലായി. നോക്കാം, നമുക്കാണെങ്കിൽ ഒന്ന് വരച്ചു നോക്കാം. സോ ഇവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേ, കറണ്ട് ഞാൻ വരയ്ക്കുന്നത് അകത്തേക്കാണ് ആദ്യം കയറുന്നത്, അകത്തേക്കാണ് കറണ്ട് ആദ്യം കയറുന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും കറണ്ട് അകത്തേക്കാണ് ആദ്യം കയറുന്നതെന്ന്? ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ലേ? ഈ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ സാധാരണ അകത്തേക്കാണെന്ന് പറയുന്നത്, കറണ്ട് അകത്തേക്കാണ്. അകത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ക്രോസ് ഇട്ട് സൂചിപ്പിക്കും. ഇതിന് മീനിങ് എന്താണ്? ഞാൻ ഈ വരച്ചതിൽ കറണ്ട് എങ്ങനെയാ സഞ്ചരിക്കുന്നേ? കറണ്ട് സഞ്ചരിക്കുന്നത് അകത്തേക്കാണ്. ഇവിടെ കറണ്ട് എങ്ങനെയായിരിക്കും? അകത്തേക്ക് സഞ്ചരിച്ച കറണ്ട് പുറത്തേക്ക് ഇറങ്ങി വരും. സോ ഇവിടെ എങ്ങനെയായിരിക്കും? കറണ്ട് പുറത്തേക്കായിരിക്കും. ഇതെന്താണ്? കറണ്ട് ആണ്, കറണ്ട്. സോ കറണ്ട് ഇവിടെ അകത്തേക്കാണ് സഞ്ചരിച്ചത്, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എങ്ങനെ വരയ്ക്കും? സോ ഈ കേസിൽ നമുക്ക് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഓക്കെ ആണോ? സോ ഈ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഇനി ഒരാൾ പറയുകയാണ്, സർ അങ്ങനെയല്ല, ഞാൻ വരയ്ക്കാൻ പോണത് കറണ്ട് ആദ്യം പുറത്തേക്കാണ് വരയ്ക്കാൻ പോണത്, ഈ രീതിയിലാണ് അതിനെ വൈൻഡ് ചെയ്യാൻ പോണത്, ഈ രീതിയിലാണ് വൈൻഡ് ചെയ്യാൻ പോണത്. എങ്ങനെയാണ് ഞാൻ വൈൻഡ് ചെയ്യാൻ പോണത്? ഈ രീതിയിലാണ്, ഇങ്ങനെയാണ് വൈൻഡ് ചെയ്യാൻ പോണത്. അതായത് ആദ്യം ഇങ്ങനെ, അതായത് ഈ റോഡിന്റെ ഇങ്ങനെയാണ് ചുറ്റിയെടുക്കുന്നത്. ആദ്യമേ കറണ്ട് ഇങ്ങനെ കയറി പുറത്തേക്ക് ആദ്യം വരുന്നത്, ഇങ്ങനെ കയറി അകത്തേക്ക് പോയി. സോ ഇവിടെ എല്ലാം പുറത്തേക്ക്, ഇവിടെ എല്ലാം അകത്തേക്ക്. സോ ഇവിടെ എല്ലാം പുറത്തേക്ക്, ഇവിടെ എല്ലാം കറണ്ട് സഞ്ചരിക്കുന്നത് എങ്ങനെയായിരിക്കും? പുറത്തേക്ക്. ഇവിടെ എല്ലാം കറണ്ട് സഞ്ചരിക്കുന്നത് അകത്തേക്ക്. സോ ഇങ്ങനെയാണ് കറണ്ട് പോകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുന്നത്? നിങ്ങൾ പറയും, സർ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, ഇവിടെയാണെങ്കിൽ പുറത്തേക്കാണ്. സോ ഞാൻ വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? അങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരയ്ക്കേണ്ടത്. സോ ഏത് രീതിയിലാണ് നിങ്ങൾ കറണ്ടിനെ കടത്തി വിടുന്നത് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാൻ കഴിയും. ഓക്കെ ആണോ മക്കളെ? സോ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് നിങ്ങൾ തുറന്നു നോക്കിയാൽ മനസ്സിലാകും. അവിടെയാണെങ്കിൽ സോളിനോഡിലൂടെ ഇങ്ങനെ കറണ്ട് കടത്തിവിടുന്നല്ല അവർ പറയണത്. അവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനൊരു ഫിഗറോടെ കാണിച്ചിരിക്കും. എന്തിനാണ്? കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവായി. ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നത് അവിടെ ആദ്യം പുറത്തേക്ക് വന്നു, ഇവിടെ അകത്തേക്ക് കയറുകയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഉറപ്പായിട്ടും ഈ ഡയറക്ഷനിലായിരിക്കും കടന്നു പോകുന്നത്. സോ വൈൻഡിങ്ങിന്റെ ആ കൺഫ്യൂഷൻ ആണെങ്കിൽ ഇവിടെ കൊണ്ട് അവസാനിക്കും. ഓക്കെ ആണോ? ശരി, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വളരെ ഭംഗിയായിട്ട് മനസ്സിലായി കാണും. അതിനുശേഷം നമുക്ക് ഈ സോളിനോഡിന്റെ അകത്തെ ഒരു പോയിന്റ്, ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആംപിയർ സർക്യൂട്ട് ലോ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഒരു സോളിനോഡിന്റെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്? സോ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാര്യം, ഒരു സോളിനോഡ് എടുത്തു കഴിഞ്ഞാൽ കറണ്ട് ആണെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഞാൻ പറയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെന്ന് കരുതിക്കും. കുഴപ്പമില്ലല്ലോ. വൈൻഡിങ്ങിന്റെ പ്രത്യേകത അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാമെന്ന് മനസ്സിലായി. സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെന്ന് കരുതിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ അകത്തും മാഗ്നറ്റിക് ഫീൽഡ് കാണും. അകത്തെന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ ഇതിന്റെ പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് സോളിനോഡ് എടുക്കുന്നതെങ്കിൽ ലോങ് സോളിനോഡ് അല്ലെങ്കിൽ ഐഡിയൽ ലോങ് സോളിനോഡിന്റെ പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ തീരെ ചെറുതാണ്. ഇറ്റ് ഇസ് നെഗ്ലിജിബിളി സ്മോൾ. എത്രയാണത്? ഓൾമോസ്റ്റ് 0 ആണ്. സോ ഒരു ലോങ് സോളിനോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 0 ആണ്. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? അകത്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് കാണുക. അപ്പോൾ സോളിനോഡിന്റെ പുറത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? നിങ്ങൾ പറയും, സാർ പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്, ഉള്ളിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? ശരി, നമുക്ക് കണ്ടുപിടിക്കാം മക്കളെ. ഇവിടെയാണെങ്കിൽ ഞാൻ ഒരു സോളിനോഡ് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ സോളിനോഡാണ്. ഇനിയാണെങ്കിൽ അകത്തൊരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ആണ് പോയിന്റ് P. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് B എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഉറപ്പായിട്ടും കറണ്ട് ആണെങ്കിൽ കടന്നു പോകുന്നുണ്ട്, I എന്ന കറണ്ട് കടന്നു പോകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കരുതുകയാണ് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ.
ഓക്കെ ആണോ? സോ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരണമെങ്കിൽ മുകളിൽ എന്തായിരിക്കണം? മുകളിലാണെങ്കിൽ കറണ്ട് പോകേണ്ടത് എങ്ങനെയാണ്? ഔട്ട്വേർഡ് ആയിരിക്കണം. മുകളിൽ കറണ്ട് പോകേണ്ടത് കറണ്ടാണ്, കറണ്ട് മുകളിൽ പോകേണ്ടത് ഔട്ട്വേർഡും, അകത്ത് പോകേണ്ടത് എങ്ങനെയാണ്? ക്രോസ് എന്ന രീതിയിലുമാണ് താഴെ പോകേണ്ടത്. കണ്ടോ? താഴെ ഇൻറ്റു ദ പ്ലെയിൻ ആയിരിക്കും. സോ അങ്ങനെ വന്നാൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ സഞ്ചരിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ? സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് ഫിഗർ നന്നായിട്ട് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? നമ്മളുടെ ഈ ഒരു സോളിനോഡിന്റെ ആണെങ്കിൽ സോളിനോഡ് നീളം പറഞ്ഞുതരാം. എൽ നീളമുള്ള സോളിനോഡ് നീളം എത്രയാണ്? എൽ നീളമുള്ള സോളിനോഡ് ഉണ്ട്. ഈ ലോങ് സോളിനോഡിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ആംപിയർ സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ കഴിയും. ആംപിയർ സർക്യൂട്ടിൽ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കറണ്ടിനെ അതിനകത്തൂടെ കടത്തിവിട്ടുകൊണ്ട് ഒരു ആംപിയർ ലൂപ്പിനെ പരിഗണിക്കണം. സോ ഞാനാണെങ്കിൽ ഒരു 3D ആംപിയർ ലൂപ്പ് പരിഗണിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ പരിഗണിക്കുന്ന ആംപിയർ ലൂപ്പ് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ആംപിയർ ലൂപ്പ്. ആംപിയർ ലൂപ്പിന് പേര് കൊടുക്കാൻ പോവുകയാണ്. ആംപിയർ ലൂപ്പിന്റെ പേരാണ് PQRS. സോ ഇതാണ് നമ്മുടെ ആംപീരിയൻ ലൂപ്പ്. ഓക്കെ ആണോ? ശരി. ഇനി നമുക്ക് ആംപിയർ ലൂപ്പിന് എനി ഷേപ്പ് ആവാം. മനസ്സിലായി? ഇമാജിനറി ലൂപ്പാണ്, അതിന് എനി ഷേപ്പ് ആകാം. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ആംപിയർ ലൂപ്പ് ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യും? നിങ്ങൾ പറയും സർ, നമ്മുടെ ബേസിക് ഇക്വേഷൻ ആയ ഇന്റഗ്രൽ B.dl which is equal to mu0 times of I enclosed. ഈ ഇക്വേഷൻ ഒബേ ചെയ്യും. ആംപിയർ ലൂപ്പ് ഈ ഇക്വേഷൻ ഒബേ ചെയ്യും. ശരി, ആംപിയർ ലൂപ്പ് ആ ഇക്വേഷൻ ഒബേ ചെയ്യട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. പക്ഷെ നമുക്കറിയാം ഈ ആംപിയർ ലൂപ്പിനകത്താണെങ്കിൽ എത്ര സെക്ഷൻസ് ഉണ്ട്? 1, 2, 3, 4 സെക്ഷൻ ഉണ്ട്. സോ ഞാൻ ഈ ക്ലോസ്ഡ് ഇന്റഗ്രലിന് പകരമാണെങ്കിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ പോവുകയാണ്. ഇവിടം തൊട്ട് ഇവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്തതിന് പകരം ഞാൻ പറയുകയാണ് ഇവിടുന്ന് ഇവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യും, അതിനുശേഷം ഇവിടുന്ന് ഇവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യും, അതിനുശേഷം ഇതിന് ഇവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യും, അതിനുശേഷം ഇത്ര ഇന്റഗ്രേറ്റ് ചെയ്യും. അതാണല്ലോ ക്ലോസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ക്ലോസ് ഇന്റഗ്രലിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എവിടുന്ന് തുടങ്ങി എവിടെ തീരണം എന്നാണ് ക്ലോസ് ഇന്റഗ്രൽ പറയുന്നത്. നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. എവിടെ തൊട്ട് എവിടം വരെ? P to Q, P തൊട്ട് Q വരെ. B.dl അതായത് BDL cos θ എന്നാണ്. ശരിയാണോ? പ്ലസ് അടുത്തെന്താണ്? ക്ലോസ് ഇന്റഗ്രൽ പകരം പറഞ്ഞു ഇവിടെ തൊട്ട് ഇവിടം വരെ Q to R. സോ Q to R. B.dl പകരം BDL cos θ പ്ലസ് അടുത്തത് ഇന്റഗ്രൽ R to S. R to S. B.dl പകരം BDL cos θ പ്ലസ് ഇവിടെ മാറ്റി എഴുതാം ഇന്റഗ്രൽ അടുത്തെന്താണ്? S to P. S to P. S to P. B.dl പകരം BDL cos θ. ഓക്കെ ആണല്ലോ? ശരി. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കറിയാം. വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? mu0 ടൈംസ് ഓഫ് I enclosed. എത്ര കറണ്ട് കടന്നു പോയി? ഞാൻ പറയാണ് ഇതിനകത്ത് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് ആകെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. ഉണ്ടോ? n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. എന്താണ് നമ്പർ ഓഫ് ടേൺസ്? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കറണ്ട് ഒരു വട്ടം കയറി, കറണ്ട് നമുക്ക് ഒരു വട്ടം കയറി, 2 വട്ടം കയറി, 3 വട്ടം കയറി. ആംപിയർ ലൂപ്പിന്റെ അകത്തുകൂടെ എത്ര തവണ കയറുന്നുണ്ട്? n ടേൺസ് ഉണ്ടെങ്കിൽ n ടൈംസ് കയറുന്നുണ്ട്. നോക്ക്, ഇത് നമ്മുടെ ആംപിയർ ലൂപ്പാണ് കരുതിക്കും. ഇതാണ് ആംപിയർ ലൂപ്പ്. കറണ്ട് ഒരു തവണ കയറി, അടുത്ത തവണ കയറി, അടുത്ത തവണ കയറി. സോ ആംപിയർ ലൂപ്പിന്റെ അകത്തുകൂടെ കറണ്ട് എത്ര തവണ കയറും? n ടൈംസ് കയറും. ശരിയാണോ? സോ നമ്മൾ പറയും Ni. ഇത് പറയും Ni. അപ്പോൾ I എൻക്ലോസിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ? Ni ആണ്. ഈ കാര്യം മനസ്സിലായല്ലോ? സോ സിമ്പിൾ. ഇനി നമുക്ക് ഓരോ നോക്കാം. മക്കളെ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. അതുപോലെ നമുക്ക് DL എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ DL മീനിങ് എന്താണ്? ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ ആകെ ലെങ്ത് എന്നാണ്. ഇതിൽ P തൊട്ട് Q വരെയുള്ള ആകെ ലെങ്ത് എത്രയാണ്? ഇതാണ് ആകെ ലെങ്ത്. സോ ആകെ ലെങ്ത്തും Bയും സെയിം ഡയറക്ഷനിലാണ്.
സോ കോസ് തീറ്റ എത്രയാണ് ഇവിടെ? കോസ് തീറ്റന്റെ വാല്യൂ 0 ആണ്. കോസ് 0 എത്രയാണ്? 1 ആണ്. സോ കോസ് 0 ആണ്. അത് എത്രയാണ്? 1 ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇതിനെ മാറ്റി എഴുതാൻ പോവുകയാണ്. ഇത്രയും സെക്ഷനെയും മാറ്റി എഴുതാൻ പോവുകയാണ്. ബി ഇന്റഗ്രൽ ഡി എൽ എവിടെ തൊട്ടാണ്? പി ടു ക്യൂ വരെ. കോസിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? ശരി. അങ്ങനെയെങ്കിൽ അടുത്ത സെക്ഷൻ പിടിക്കാം നമുക്ക്. അടുത്ത സെക്ഷൻ പ്ലസ് ഇവിടെയാണെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, അതുപോലെയാണെങ്കിൽ ഇവിടെ ഡി എൽ ഇങ്ങനെയാണ്. ക്യൂ ടു ആർ ആണ് ഡി എൽ എന്ന് പറയുന്നത്. സോ ഇവിടെ കോസ് തീറ്റന്റെ വാല്യൂ കോസ് 90 വരും. കോസ് 90 എന്ന് പറയുന്നത് എത്രയാണ്? അത് 0 ആയി പോകും. സോ ഈ ടേം 0 ആകുമ്പോൾ കംപ്ലീറ്റ് ടേമും 0 ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. സോ നമ്മൾ എടുക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എന്താണ്? ക്യൂ ടു ആർ ആണ്. സോ ക്യൂ ടു ആർ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. ഈ ലെങ്ത് എന്താണ്? ഈ ലെങ്ത് ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. ബി ഇങ്ങനെ പോകുന്നു, ഈ ലെങ്ത് ഇങ്ങനെ പോകുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇവിടെ കോസ് 90 വരും. കോസ് 90ന്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയി പോയി. ഇനി ഇവിടെ നോക്കുമ്പോൾ നമ്മൾ പറയാം സോളിനോട് പുറത്താണ്. സോളിനോട് പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 0 ആണ്. സോളിനോട് പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ്. സോ സോളിനോട് പുറത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയി പോകും. ഇനി അടുത്ത ലാസ്റ്റ് ടേം ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അത് നോക്കാം. എസ് ടു പി. അവിടെ നോക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, പക്ഷേ ഡി എൽ ഇങ്ങനെയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡും ഡി എൽ നമ്മുടെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. സോ ഇവിടെയും കോസ് 90 എന്ന് വരും. കോസ് 90 എത്രയാണ്? കോസ് 90 0 വരും. സോ ഇതെന്ത് ചെയ്യും? അതും 0 ആയി പോകും. സോ 3 ഡിഫറെന്റ് കേസസിന്റെ ഫലമായിട്ട് ഈ 3 ടേംസ് ഇതായിട്ട് മാറി 0 ആയി പോയി. സോ ഇതെല്ലാം 0 പ്ലസ് 0 പ്ലസ് 0 എന്ന് എഴുതണം. സോ ഫൈനൽ ആൻസർ എത്രയാണ്? μ0 ni, which is equal to μ0 ni. നമുക്കറിയാം പി ടു ക്യൂ വരെയുള്ള ആകെ നീളം എത്രയാണ്? ഈ സോളിനോഡിന്റെ നീളം എത്രയാണ്? എല്ലിന് ഈക്വൽ ആണ്. സോ പി തൊട്ട് ക്യൂ വരെയുള്ള ആകെ നീളം സോളിനോഡിന്റെ നീളത്തിന് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റി പറയാം. ബി ഇൻറ്റു എൽ which is equal to μ0 times of capital N I. Capital N I. നമുക്ക് ഈ എല്ലിനെ ഇവിടെ കൊണ്ടുവരാം. സോ ബി which is equal to μ0 capital N divided by L into I എന്ന് പറയും. മക്കളെ ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. എന്ത് വിളിക്കും? ആകെ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ആകെ നീളത്തിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് ടേൺ ഡെൻസിറ്റി. അങ്ങനെയും പേരുണ്ട്, ടേൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ലെങ്തിൽ എത്ര ചുറ്റുകളുണ്ട്. മനസ്സിലായോ? ഒരു യൂണിറ്റ് ലെങ്തിൽ എത്ര ചുറ്റുകളുണ്ട്. നമ്മളതിനെ സ്മോൾ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സ്മോൾ എൻ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സോ നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. ബി വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് സ്മോൾ എൻ. അതെന്താണ്? നമ്പർ ഡെൻസിറ്റി ആണ് അല്ലേ? സോ ടേൺ ഡെൻസിറ്റി ആണ്. എത്ര ടേൺസ് ഉണ്ട് ഒരു യൂണിറ്റ് ലെങ്തിൽ, എത്ര ടേൺസ് ഉണ്ട് ഇൻറ്റു ഐ. ഈ μ0 എന്ന് എല്ലായിടത്തും വരാൻ കാരണം ഈ എക്സ്പെരിമെന്റ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണ്? എയറിലാണ്. ഇതിനകത്ത് ആരായിരിക്കുന്നത്? എയർ ആണ് ഇരിക്കുന്നത്. മക്കളെ ഇതിനകത്തൊരു മീഡിയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞേനെ? മ്യൂ എന്ന് പറഞ്ഞേനെ, മ്യൂ മീഡിയം എന്ന് പറഞ്ഞേനെ. സോ നമുക്ക് ഒരു മീഡിയം ഉണ്ടായിരുന്നെങ്കിൽ, ഇതിനകത്തൊരു മീഡിയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ പറയാമായിരുന്നു? മ്യൂ എന്ന് പറയാമായിരുന്നു. സോ ബി വിച്ച് ഈസ് ഈക്വൽ ടു μ0ക്ക് പകരം മ്യൂ എന്ന് പറയാമായിരുന്നു. നമുക്കറിയാം മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? μ0 μr ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിന് μ0 μr ആണ്. മ്യൂ ഇൻറ്റു എത്രയാണ്? ni എന്ന് പറയാം. ഇഫ് ദർ ഈസ് എ മീഡിയം. മീഡിയം ഉണ്ടെങ്കിൽ മ്യൂ എന്ന് പറയേണ്ടി വരും. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് പകരം മ്യൂ എന്ന് പറയേണ്ടി വരും. കണ്ടോ? ഒരു മീഡിയം ഉണ്ടെങ്കിൽ മ്യൂ മീഡിയം എന്ന് പറയേണ്ടി വരും. സോ മ്യൂ മീഡിയം വിച്ച് ഈസ് ഈക്വൽ എന്താണ്? μ0 μr ആണ്. സോ μ0 μr ni ഇഫ് ദർ ഈസ് എ മീഡിയം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ μ0ന്റെ വാല്യൂ വളരെ ചെറുതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, പെർമിയബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ് അല്ലേ? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എയർ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആണ്. സോ അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. അത് കൂട്ടാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇവിടെയാണെങ്കിൽ സോഫ്റ്റ് അയൺ ഇതിനകത്ത് വയ്ക്കും. സോ സോഫ്റ്റ് അയണിന്റെ
റോഡിലായിരിക്കും നമ്മൾ ആരെ ചുറ്റിയെടുക്കുന്നത്? നമ്മുടെ ഈ കോയിലിനെ ചുറ്റിയെടുക്കുന്നത്. സോ സോൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ എയർ അല്ല വെക്കുന്നത്, അതിന് പകരം ആരാണ് വെക്കുന്നത്? മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനായിട്ട് നല്ല പെർമിബിലിറ്റി ഉള്ള ആളെ കൊണ്ടുവെക്കും. സോ എയറിന്റെ പെർമിബിലിറ്റി വളരെ ചെറുതാണ്. എത്രയാണത്? എയറിന്റെ വാല്യൂ 4.10⁻⁻⁷ ആണ്. വളരെ തീരെ ചെറിയ വാല്യൂ ആണ്. സോ അതിനേക്കാളും ബെറ്റർ ആയിട്ട് പെർമിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നവനാണ് ആര്? സോഫ്റ്റ് അയൺ എന്ന് പറയുന്നത്. സോ സോഫ്റ്റ് അയൺ നമ്മൾ ഇവിടെ കൊണ്ടുവെക്കും, നമ്മൾ ഇതിന്റെ അകത്ത് കൊണ്ടുവെക്കും. സോ ഇതിനകത്ത് സോഫ്റ്റ് ആണ് വെക്കുന്നതെങ്കിൽ സോഫ്റ്റ് അയണിന്റെ പെർമിബിലിറ്റി ഇൻറ്റു Ni എന്ന് പറയേണ്ടി വരും. സോ സോഫ്റ്റ് അയണിന്റെ പെർമിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? μ0 ഇൻറ്റു μr എന്ന് പറയാൻ പറ്റും. ഇതെങ്ങനെ ഉണ്ടായത്? നമുക്കറിയാം μr വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് മീഡിയം ഡിവൈഡ് ബൈ μ0 ആണ്. റിലേറ്റീവ് പെർമിബിലിറ്റി ഞാൻ പറഞ്ഞതാണ്. സോ മ്യൂ മീഡിയം വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? μ0 μr എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? സോ ഞാൻ പറയുകയാണ് റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് 5 ഉള്ള ഒരു മീഡിയത്തെയാണ് അത് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇത് 5 ടൈംസ് കൂടും. കണ്ടോ? μ0 5 μn. സോ μ0 എന്താണ്? Niക്ക് പകരം നമ്മൾ പറയും μ0 5 ഇൻറ്റു Ni എന്ന് പറയും. 5 ടൈംസ് കൂടും. സോ റിലേറ്റീവ് പെർമിബിലിറ്റി കൂടുന്നതനുസരിച്ച് ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. കാര്യം മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നോക്കി, ഇവിടെ എങ്ങും ആരില്ല, ഡിസ്റ്റൻസ് ഇല്ല. ഇവിടെ എങ്ങും ആരില്ല, ഡിസ്റ്റൻസ് ഇല്ല. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഏത് പോയിന്റും അകത്തുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആര് മാറുന്നതനുസരിച്ച്, അകലം മാറുന്നതനുസരിച്ച് ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുകയില്ല. സോ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. സോ സോളിനോട് അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ് ആണ്. അത്രയാണ് μ0. അത് മാറത്തില്ലല്ലോ, അത് മാറുന്നില്ല. n നമ്പർ ഓഫ് ടേൺസ് അത് മാറുന്നില്ലല്ലോ, അത് മാറുന്നില്ല. I എല്ലാത്തിലൂടെയും കടന്നു പോകുന്ന കറണ്ട് I അല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് സോളിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? μ0 Ni തന്നെയായിരിക്കും. അതായത് ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണോ? സോ ഇവിടുത്തെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ മാറ്റി വരയ്ക്കാം. ഒരു കുഞ്ഞ് ഗ്രാഫ് വരച്ചു കാണിച്ചു തരാം. ഇവിടെയാണെങ്കിൽ B, ഇവിടെയാണെങ്കിൽ L. സോ ആ നീളം ഒട്ടാകെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയായിരിക്കും? B വിച്ച് ഈസ് ഈക്വൽ ടു μ0 Ni ആയിരിക്കും. എല്ലായിടത്തും മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കും. ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് എക്സാമ്പിൾ ആണ്. സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് ആംപിയർ സർക്യൂട്ട് ലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.